വാക്കിനാൽ തീർക്കുന്ന കൊട്ടാരമല്ല സൗഹൃദം. വാക്കുകളുടെ ആഴങ്ങളിൽ തീർക്കുന്ന വിശ്വാസമാണ് സൗഹൃദം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ സതിദേവി മേനോൻ. കുറെ നാളായി ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് സൗഹൃദത്തെ പറ്റി പറയാന്ന് വിചാരിച്ചു. ആരെങ്കിലും കേൾക്കുമോ എന്തോ എന്നൊന്നും എനിക്കറിയില്ല. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമായി സൗഹൃദം എന്നുള്ളൊരു സബ്ജക്റ്റ്. സൗഹൃദം എപ്പോഴും നല്ലൊരു കാര്യമല്ലേ. അപ്പൊ ആരെയും സ്നേഹിക്കേണ്ട, വിശ്വസിക്കേണ്ട എന്നല്ല ഞാൻ പറയണേ. പെട്ടെന്ന് എടുക്കാതെ കുറച്ച് സമയമെടുത്ത് ആൾക്കാരെ മനസ്സിലാക്കുക. നമുക്ക് കുറെ പേർക്ക് എനിക്കറിയാം, നല്ല നല്ല ഫ്രണ്ട്സ് ഉണ്ടായിട്ടുണ്ടാവാം. ഫ്രണ്ട്സ് എന്ന് പറയുമ്പോഴുണ്ടല്ലോ, ആ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ പറയാതിരിക്കാൻ പറ്റില്ല. 1-2 കൊല്ലമൊക്കെ നമ്മളെ ഇങ്ങനെ സ്നേഹിച്ചു കൊല്ലും അവര്. അത് മെയിൽ ഫ്രണ്ട് ആയാലും ഫീമെയിൽ ഫ്രണ്ട്. ഞാനൊരു സ്ത്രീ ആയ കാരണം മെയിൽ ഫ്രണ്ടിനെ പറ്റി പറയണമെന്നല്ല, അത് ലേഡി ഫ്രണ്ട് ആയാലും ഫീമെയിൽ ഫ്രണ്ട് ആയാലും അതുപോലെ തന്നെയാ. അപ്പൊ അവര് നമ്മളെ ഇങ്ങനെ എന്ത് കാര്യവും നമ്മൾ ചർച്ച ചെയ്യും. ദിവസത്തില് 1, 2, 3 പ്രാവശ്യം നമ്മൾ വിളിക്കും. നമ്മള് ആ ഫ്രണ്ട്സ് തമ്മിൽ ഷെയർ ചെയ്യാത്തത് ഒന്നും ഉണ്ടാവില്ല. അവരുടെ കാര്യങ്ങളും നമ്മുടെ കാര്യങ്ങളും എല്ലാം നമുക്ക് എന്ത് വിഷമം വരുമ്പോഴും വിളിക്കാനും പറയാനും. എന്താ പറയാ, ചുരുക്കത്തില് ഭൂമിയിലുള്ളതും ആകാശത്തുള്ളതും അടുത്ത ജന്മത്തിലുള്ള കാര്യങ്ങൾ പോലും എല്ലാം ഷെയർ ചെയ്യും. അങ്ങനെ നമുക്ക് ഏതിനും മനസ്സിനൊക്കെ ഭയങ്കര സന്തോഷമാണ്. ചിലപ്പോൾ തോന്നും നമുക്ക് നമ്മുടെ അച്ഛന്റെ പോലെയാണോ, ചിലപ്പോൾ തോന്നും അമ്മയുടെ പോലെയാണ്, ചിലപ്പോൾ ഒരു ബ്രദർലി അഫെക്ഷനാണ്, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്. അപ്പോ തോന്നും, എന്തേ ഈ ഫ്രണ്ടിനെ ആദ്യമേ നമുക്ക് കാണിച്ചു തരാഞ്ഞേ ദൈവം എന്ന് പോലും നമുക്ക് തോന്നിപ്പോകുന്ന പോലത്തെ ഫ്രണ്ട്ഷിപ്പ്. അത്രയും അടുപ്പാണ്. അടുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, അത്രയും എന്തും നല്ലതെല്ലാം പറഞ്ഞു തരും. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളും പറഞ്ഞു കൊടുക്കും, അവര് നമുക്കും പറഞ്ഞു തരും. എന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം ഭയങ്കര ഇൻഡിഫറെന്റ് ആയിട്ട് ബിഹേവ് ചെയ്യുക, നമ്മളെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. ഫോണില്ല, മെസ്സേജ് ഇല്ല, ഗുഡ് മോർണിംഗ് മെസ്സേജ് ഇല്ല, അല്ലെങ്കിൽ പരദൂഷണം പറയാനെങ്കിലും നമ്മളെ വിളിക്കും. നമ്മള് പരദൂഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതല്ല കേട്ടോ മീൻ ചെയ്തത്. നമ്മള് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങൾ പറയുമല്ലോ. അതൊക്കെ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയാ, റിട്ടയർമെന്റ് ലൈഫില് അതൊക്കെ ഒരു രസം തന്നെയാണ്. ഫ്രണ്ട്സ് ആയിട്ടിരുന്ന് ആരും ഉപദ്രവിക്കാത്ത തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നല്ല കാര്യമല്ലേ. അപ്പൊ ഈ ഫ്രണ്ട് പെട്ടെന്ന് അങ്ങോട്ട് ഇൻഡിഫറെന്റ് ആവും. പിന്നെ നമ്മളെ വിളിക്കില്ല, ചോദിച്ചു കഴിഞ്ഞാൽ ഫോൺ കൊടുക്കില്ല. എന്നിട്ട് നമുക്ക് എപ്പോഴെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ എന്നെ വിളിക്കാത്ത, അല്ലെങ്കിൽ എന്തേ മിണ്ടാണ്ടിരിക്കണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും, അയ്യോ സമയമില്ല എന്ന്. ഈ സമയമില്ല എന്നുള്ള എക്സ്ക്യൂസ് ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു വൃത്തികെട്ടൊരു എക്സ്ക്യൂസാ. എന്താ വെച്ചാ, നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യത്തിന് നമ്മൾ എന്തു തന്നെയായാലും സമയം കണ്ടെത്തും, ഇല്ലേ? എത്ര ഇഷ്ടമില്ലെങ്കിലും നമ്മൾ അതിനു വേണ്ടി സമയം കണ്ടെത്താറുണ്ട്. അപ്പൊ ഇഷ്ടക്കുറവ് അല്ലെങ്കിൽ നമ്മളോടുള്ള ഒരു ഡിറ്റാച്ച്മെന്റ് ആണ് ഈ സമയക്കുറവ് എന്നുള്ള എക്സ്ക്യൂസ് പറയാൻ അവരെ നിർബന്ധിക്കണേ, അല്ലെ? അപ്പൊ നമ്മളിങ്ങനെ ആദ്യമൊക്കെ നമുക്ക് ഭയങ്കര വിഷമായിരിക്കും. എന്താ വെച്ചാൽ ഇത് നമുക്ക് യൂസ്ഡ് ആയി അയാളായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്. അയാളെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, മെയിലായാലും ഫീമെയിൽ ആയാലും ആ ഫ്രണ്ടിന്റെ ഒപ്പമുള്ള ആ ഒരു ഇത് നമുക്ക് യൂസ്ഡ് ആയി. എന്തിനും ഏതിനും നമുക്ക് ആളോട് പറയണം, അല്ലെങ്കിൽ ആ കുട്ടിയോട് പറയണം എന്നുള്ള ആ ഒരു ഇതുണ്ടാവും. പക്ഷെ നമ്മളെ ചിലപ്പോ കാരണം സമയക്കുറവാവണമെന്ന് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. എത്രയോ സമയമില്ലാത്ത സമയത്തും നമ്മളെ വിളിച്ചിരിക്കുന്നു, നമ്മുടെ ഒപ്പം സമയം സ്പെൻഡ് ചെയ്തേക്കുന്നു, നമ്മുടെ വിഷമങ്ങൾ കേട്ടേക്കുന്നു, അല്ലെ? അപ്പോ ചിലപ്പോ നമ്മളേലും നല്ലൊരു ഫ്രണ്ടിനെ മൂപ്പർക്ക് അല്ലെങ്കിൽ ആ ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കും നമ്മളെ ഇപ്പൊ വേണ്ടാത്ത. അങ്ങനെയാണ് എനിക്ക് വിശ്വസിക്കാൻ ഇഷ്ടം. ഇപ്പൊ ഞാനാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇത് ഞാൻ പൊതുവെ പറഞ്ഞതാട്ടെ, എന്റെ കാര്യം എന്നല്ല ഞാൻ പറഞ്ഞേ. ഞാനാണ് ആ എന്താ പറയാ, മിണ്ടാത്ത ഫ്രണ്ടിനോട് ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു എങ്കിൽ ഞാൻ ഒരിക്കലും ആ ഫ്രണ്ട്ഷിപ്പ് കളയില്ല. മനസ്സിലാ ഇഷ്ടം, അല്ലെങ്കിൽ എൻ്റെ ഒരു നല്ല ഫ്രണ്ട് അവിടെ ഉണ്ടല്ലോ എന്ന് നമുക്ക് വിശ്വസിച്ചിരിക്കുന്ന ആ ഫ്രണ്ടിനെ ഞാൻ ഒരിക്കലും മനസ്സിൽ നിന്ന് പോലും കളയില്ല. എന്താ വെച്ചാൽ അത്രയ്ക്ക് നല്ല ഫ്രണ്ടായിരുന്നു. 1-2 കൊല്ലം നമ്മള് എന്താ പറയാ അറിയോ, ഒരു വിഷമം നമുക്ക് തോന്നില്ല. നമുക്ക് പലതരം വിഷമങ്ങൾ മനുഷ്യനല്ലേ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ നമുക്കൊന്നും വിഷമം തോന്നുകയില്ല ഇയാളായിട്ട് മിണ്ടിക്കഴിഞ്ഞാൽ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഏതൊരാളെ കണ്ടാലും പെട്ടെന്ന് എടുക്കാതെ കുറച്ച് സമയം എടുത്ത് അവരെ മനസ്സിലാക്കണം.
മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അവരായിട്ട് അടുക്കാൻ. എന്ന് വെച്ചാൽ ഇത് ഏത് ടൈപ്പ് ആളാണെന്ന്. പക്ഷെ ഈ ചില ഫ്രണ്ട്സ് ഉണ്ടല്ലോ നമുക്ക് പിടിതരില്ല, അത്രയ്ക്ക് നല്ല ഫ്രണ്ടായിട്ട് നമ്മളോട് സംസാരിക്കാനും എല്ലാത്തിനും നമ്മുടെ ഒപ്പം ഉണ്ടാവും. അപ്പൊ നമുക്ക് തോന്നും അയ്യോ എന്റെ ഇത്ര കാലമായിട്ട് ഈ ഫ്രണ്ടിനെ എനിക്ക് കിട്ടാഞ്ഞെന്ന് പോലും നമുക്ക് തോന്നും. അപ്പോ സമയം എടുത്തിട്ട് എന്നെ മനസ്സിലാക്കണം ആദ്യം. അപ്പോ കാലം നമുക്ക് ആൾക്കാരെ അവരെ പല കളറുകള് നമുക്ക് കാണിച്ചു തരും. എന്താ വെച്ചാൽ ആദ്യമൊക്കെ നല്ല ഫ്രണ്ടായി, പിന്നെ അവര് മാറി നിൽക്കും, പിന്നെ നമ്മളെ കംപ്ലീറ്റ്ലി ഒഴിവാക്കും. അപ്പൊ അതൊക്കെ കണ്ട് നമ്മൾ വിഷമിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതിനേ സമയം ഉണ്ടാവുള്ളൂ. ഇതൊക്കെ ഒരു ലെസനാണ് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എന്താ വെച്ചാൽ നമ്മളെ വിട്ട് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തോന്നും അയ്യോ പോയില്ലേ എന്നുള്ള ഇത് തോന്നും. പക്ഷെ ആ ആൾക്കാര് പല സ്ഥലത്തും ഈ സമയക്കുറവൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ആ ആൾക്കാര് പല സ്ഥലത്തും പല ഗ്രൂപ്പുകളിലും അല്ലെങ്കിൽ എന്തിലും നമ്മൾ അവരെ കാണുന്നുണ്ട്. അപ്പൊ അവർക്ക് സമയക്കുറവൊന്നുമില്ല. ഒരു മിനിറ്റൊക്കെ ഒന്ന് ടെക്സ്റ്റ് ഇടാനോ അല്ലെങ്കിൽ വോയിസ് ഇടാനോ സമയമില്ലാത്തതുകൊണ്ട്. അപ്പൊ അതൊരു റീസൺ ആയിട്ട് പറഞ്ഞതാ. അപ്പൊ നമുക്ക് തോന്നണത്, എന്റെ ഒരു അഭിപ്രായട്ടെ, എനിക്ക് തോന്നണത് അപ്പൊ ഇവര് എന്തിനായിരുന്നു നമ്മുടെ ഒപ്പം ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നത് ഒന്ന് പറയൂ എല്ലാവരും. നമ്മളെ വല്ലാണ്ട് അങ്ങോട്ട് ഫ്രണ്ടായിട്ട് കൊണ്ട് നടന്നിരുന്നതും നമ്മളെ വിളിച്ചിരുന്നതും നമുക്ക് ടെക്സ്റ്റ് അയച്ചിരുന്നതും എല്ലാം എന്തിനായിരുന്നു? നല്ലൊരു ഫ്രണ്ടാണെന്നുണ്ടെങ്കിൽ എന്നും ആ ഫ്രണ്ട്ഷിപ്പ് കണ്ടിന്യൂ ചെയ്യാറായിരിക്കണ്ടേ? അപ്പൊ അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തില് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ആരെയും പെട്ടെന്നൊന്നും അടുക്കണ്ട. അവർക്ക് കുറച്ച് സമയം നമ്മളെടുത്ത് അവരെ മനസ്സിലാക്കുക, ആൾക്കാരെ മനസ്സിലാക്കാം. എന്നിട്ട് മാത്രമേ നമ്മൾ അവരായിട്ട് അടുക്കുള്ളൂ. അടുത്താലും വല്ലാണ്ട് അങ്ങോട്ട് അടുക്കാൻ പോണ്ട. നമുക്ക് തോന്നും അയ്യോ എൻ്റെ ആങ്ങളീന് എൻ്റെ അച്ഛനും അമ്മീനെന്നൊക്കെ തോന്നും. പക്ഷെ അവരത്ര സ്നേഹത്തിലാണ് നമ്മളോട് നിൽക്കേ. അപ്പൊ അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ട് തന്നെ നിൽക്കുക. സൗഹൃദം എന്ന് പറയുന്നത് ആ വാക്കിനൊക്കെ നല്ല വാല്യൂ ഉള്ളത് തന്നെയാണ്. അതിലത്തെ വിശ്വാസം പോയി കഴിഞ്ഞാൽ ആ സൗഹൃദത്തിന് യാതൊരു വക വിലയില്ല. അപ്പൊ എല്ലാവരും അഭിപ്രായങ്ങളും ഒന്ന് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ പറയൂ. എന്നിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ ദെൻ ബൈ.